ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നല്ല വിശേഷം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ക്ഷീണമായിട്ട് കുത്തിരിക്കല്ലേ. അപ്പോൾ പിന്നെന്തല്ല, എല്ലാവർക്കും സുഖമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല ചെറിയൊരു കുഴപ്പമുണ്ട്. എന്നാലും എന്താ പറയുക, ഇന്നലെയൊന്നും വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ നോമ്പുമല്ലേ. അപ്പോൾ എന്താ എല്ലാവരും പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ആയോ? ഞാൻ തീരെ സുഖമല്ല, ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതാണ്. കുറേ മരുന്നൊക്കെ കുടിക്കാണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണമെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കാൻ എന്നോട് മറന്നുപോയി. ഭക്ഷണം കണ്ടപ്പം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള മരുന്ന് കഴിക്കാൻ മറന്നുപോയി. കുറേ മരുന്നുണ്ട്. രാജ്യത്തേക്കുള്ള മരുന്നുണ്ട്. ചോറും കറിയൊന്നും കഴിക്കണ്ട, മരുന്ന് കുറിച്ചാൽ മതി. മരുന്ന് കണ്ടപ്പോൾ എന്താ വിചാരിക്കില്ലേ? ഒന്നും പറയണ്ട. കൈ പണിമുടക്കിയാലെല്ലാം പോയില്ലേ നമുക്ക്. ഈ കുറേ ആയിട്ട് കൈ ഒരു പണിമുടക്ക് തന്നെയാണ്. രണ്ട് കൈക്ക് എപ്പോഴും ഭയങ്കര കൊഴിച്ചിലാണ്. ഒന്നിനൊരു അലക്കാൻ വരെ പറ്റൂല. അലക്കാൻ പറ്റൂല, അലക്കാൻ ഒലുമ്പാൻ പറ്റൂല. കുറേ ആയി ഇത് തുടങ്ങിയിട്ടേ. ഇടയ്ക്ക് ഇങ്ങനെ വേദന അധികമാകുമ്പോൾ ഒന്ന് കൊണ്ടുപോയി കാണിക്കും. ആയുർവേദ കാണിച്ചു കേട്ടോ. പിന്നെ 2 വീതം 2 നേരം 2 വീതം 2 നേരം ഗുളിക കാണുമ്പോൾ ഉറക്കും. ഇവിടെ ഭയങ്കര കുഴച്ചില്ല കൈ. പിന്നെ എന്നാണെങ്കിൽ പെട്ടെന്ന് ഈ കൈ ഇടയ്ക്ക് എന്തോ ഒരു ജോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതായിപ്പോവും കൈ. കൊണ്ടേ കാണിച്ചപ്പോൾ ജോയിൻറ്റ് ചെറുതായിട്ടൊന്ന് ഇതായിക്കുന്നത് പറഞ്ഞു. പണ്ടെങ്ങാ വീണതോ എന്തോ ആയിരിക്കും. പിന്നെ പുളി പിടിക്കാൻ ഭയങ്കര മടിയാക്കി. കറി ചൂടാക്കിയാന്ന് വെച്ചു. പിന്നെ എന്തെല്ലാം എല്ലാവരും വിശേഷങ്ങളൊക്കെ. കൈ ഇവിടെ ജോയിൻറ്റ് ചെറുതായിട്ടൊന്നും എന്തോ അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ പൊക്കിയാക്കിയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ എന്തോ ഒന്ന് ചാടിപ്പോകുന്നു. അതിൽ കൈൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് ഭയങ്കര വേദന. അപ്പോൾ മക്കളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കിങ്ങനെ എന്താ പറയുക, എന്തോ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും കൈയാക്കാൻ പറ്റുന്നില്ല വേദനയായിട്ട്. അപ്പോൾ കൊണ്ടുപോയി കാണിച്ചതാണ്. അപ്പോൾ കാണിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ജോയിൻറ്റിൽ നിന്ന് എന്തോ ഒന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഉയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുമ്പോൾ ഇട്ട ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അപ്പോൾ അവിടെ ചെന്നിട്ട് ഊരിയിട്ട് ഉയ്യാനൊന്നും പറ്റില്ലല്ലോ. കുറച്ച് ടൈറ്റായിട്ടുള്ള കൈക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാക്കാൻ പറ്റാത്തൊരു ചുരിദാറായിരുന്നു ഇട്ടത്. അപ്പോൾ ഉയ്യാനൊന്നും പറ്റിയില്ല. അപ്പം തൽക്കാലത്തേക്ക് കുഴമ്പ് തന്നിട്ടുണ്ട്, അത് തേച്ചിട്ട് ചൂട് പിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചൂടൊന്നും പിടിച്ചില്ല. ഇനിയിപ്പോൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഗുളിക പിടിച്ചിട്ട് കുറവില്ലെങ്കിൽ പോയിട്ട് ഉയിച്ചിന് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2-3 ആഴ്ച അടുപ്പിച്ച് മരുന്ന് കുടിക്കാനാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ കുടിക്കാണ്ടെന്നാൽ പിന്നെ അധികമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിക്കൊണ്ട് എടുക്കുന്നില്ലേ, അതേപോലെ നടക്കേണ്ടി വരും. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് മരുന്ന് കുടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്നിപ്പത്ത് കുടിച്ചിട്ടൊന്ന് കുറയുമല്ലേ നോക്കട്ടെ. ആണെങ്കിൽ ഞങ്ങളിവിടെ ഡോക്ടർ ഉണ്ട്, മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ വരുന്നുണ്ട്. പറഞ്ഞാൽ എല്ലിൻ്റെ സ്പെഷ്യലിസ്റ്റ്. അയാളെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേതായാലും ആയുർവേദമല്ലേ, കുടിച്ചു നോക്കട്ടെ വിചാരിച്ചു. ആയുർവേദം ആകുമ്പോൾ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ. മറ്റേത് കുറേ നമ്മൾ കുടിച്ചാൽ എല്ലാം അടിച്ചു പോവുമല്ലോ. പിന്നെ ഞാൻ സ്വതവേ അങ്ങനെ മരുന്ന് തോനെ കുടിക്കുന്ന ആളല്ല. ജസ്റ്റ് എന്താ പറയുക, വേദന മാറിയെന്ന് കണ്ടാൽ മരുന്ന് അവിടെ ഇട്ടേക്കും. അപ്പോൾ നോമ്പായിട്ട് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഒന്നാമത്
നമ്മൾ മക്കളെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ചെറുപറയെന്നാണെന്നുണ്ടെങ്കിൽ പണിയൊക്കെ വേഗം കഴിക്കുകയൊക്കെ ചെയ്യുക. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്ത് ഞാൻ ഉണ്ടാകാനുള്ളൊരു സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും മാക്സിമം നാളെ മുതൽ ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആരും വീഡിയോ കാണാണ്ടിരിക്കരുത്, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഴങ്ങനെ കൈ പിടിച്ച് നിൽക്കരുത്. നോമ്പ് രാവിലെ അല്ലേ വീഡിയോ എടുക്കാൻ പറ്റാത്ത, പകല് പറ്റില്ല, അല്ല പകലല്ലേ പറ്റത്തുള്ളൂ അല്ലേ, രാത്രി തിന്നാലോ. കുറേ ഹെൽത്തി ജ്യൂസ് അടിച്ചുകൊണ്ടേ ഞാൻ കുറേ കുടിച്ചിട്ട് വെള്ളപ്പുള്ള. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. കൈ രണ്ടും പണിയായിട്ട് ഇരിക്കുകയാണ്. ഞാനിങ്ങനെ കാക്കുണ്ട്, കുറച്ച് വെയിറ്റ് കുറയ്ക്കാനാണ് പറഞ്ഞത്. എത്ര നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞെട്ടിപ്പോകും. എത്ര കുറയ്ക്കാൻ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്, 14 കിലോ കുറയ്ക്കണം. മൂപ്പര് ഡോക്ടർ പറഞ്ഞ ഇടത്തേക്ക് ഞാൻ എത്തണം എന്നുണ്ടെങ്കിൽ 14 കിലോ കുറയ്ക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എൻ്റെ ഹൈറ്റിനുള്ള തടിയല്ല, നമുക്ക് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചുള്ള തടിയേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ 14 കിലോ ഞാൻ കൂടുതലാണ്. പക്ഷേ മൂപ്പരെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ 14 ആണെങ്കിലും അതിലൊരു 5 കൂടിയും മാക്സിമം കുറയുന്നത് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 10-20 കിലോൻ്റെ അടുത്ത് ഞാൻ കുറയേണ്ടി വരും. കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും വെയിറ്റ് കൂടുതലാണ്, അതാണ് പ്രശ്നം. ഏതായാലും നോമ്പൊക്കെ കഴിയുമ്പോൾ കുറേയൊക്കെ കുറയായിരിക്കും. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ടേ അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഏതായാലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നാളെ മുതൽ എന്തെങ്കിലും കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കൈയിൻ്റെ വേദനയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.